ഒന്ന് കാണിക്കടാ. ആ മതി, എല്ലാവരും എഴുത്ത് നിർത്തൂ. അപർണ, ജോണി, നിങ്ങൾ അവരവരുടെ ഭാഗത്തെ പേപ്പർ കളക്ട് ചെയ്തോളൂ. ഇനി രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്. ഞാൻ ഈ ബോർഡിൽ ഓരോ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം എഴുതുവാണ്. അത് നോക്കി എല്ലാവരും കറക്റ്റായിട്ട് മാർക്ക് ഇട്ടോണം. രാജേഷ്, എൻ്റെ പേപ്പർ ആരുടെ കയ്യിലാവോ? ആരുടെ പേപ്പറാടാ അത്? ഏതോ ഒരു അപർണ, പക്ഷേ എല്ലാം മുട്ടം തെറ്റാടാ. ആര്? അപർണയുടെയോ? അതാ മുന്നിൽ നിൽക്കുന്ന ചുവന്ന ടോപ്പിട്ട കുട്ടി. തെറ്റൊക്കെ തിരുത്തി ഫുൾ മാർക്ക് ഇട്ട് കൊടുക്ക. നല്ല കുട്ടിയാ. നാണക്കേടിൽ നിന്ന് രക്ഷിച്ചെടുത്ത ആണിനെ ഒരു പെണ്ണ് മറക്കില്ലടാ, അതോർത്തോ. ഇനി തുടങ്ങിക്കോളൂ. മതി, എല്ലാരും പേപ്പർ തരൂ. അജിത് ആസ് യൂഷ്വൽ 0. ഏത് തെണ്ടിയാണാവോ എൻ്റെ പേപ്പർ നോക്കിയത്? വിവേക് ആസ് യൂഷ്വൽ 10 out of 10. അപർണ, കൺഗ്രാറ്റ്സ്, 10 out of 10. സുനീതി 6 out of 10. പ്രവീൺ 9 out of 10. കൃഷ്ണാഞ്ജലി 8 out of 10. ചെല്ലടാ. അവള് കണ്ട്. ചെല്ല്, ചെന്ന് മിണ്ട്. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ആണുങ്ങൾ വേണം മുൻകൈ എടുക്കാൻ. ചെല്ല്. ഏയ്, എന്നെ ഇറക്കി വിട്ടിട്ട് തനിയെ പോടെ കരുതേ. പഠിപ്പെങ്ങനെന്ന് ചോദിക്കാല്ലേ? അങ്ങനെ വെച്ചാൽ കൂമ്പിലിരിക്കും ഞാൻ. വേറെ എന്തെങ്കിലും ചോദിക്കടാ. ചെല്ല്, ചെല്ലടാ. എടാ ഞാൻ ചെല്ലടാ. ഇനിയുടെ നിൽക്കാതെ സ്ഥലം വിടുന്നതാ ബുദ്ധി. ഇവനോട് പോയി. എന്താടാ ചവിട്ടാണ്ട് ഉരുട്ടിക്കൊണ്ട് പോന്നേ? ഇതാണോ നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്? വാ. ഡാ, എന്തെങ്കിലും സംസാരിക്കടാ. എന്താണ് പരിപാടി ഇവിടെ? അതെ അച്ഛാ, എനിക്കന്നുണ്ടായ അതേ പ്രോബ്ലം വരും. സൈക്കിൾ ഉരുട്ടി ഒരു കറക്കം. എന്താ മക്കളെ, പഠിപ്പൊക്കെ എങ്ങനെ? നന്നായിട്ട് നടക്കുന്നു. അച്ഛനെന്ത് പറയുന്നു? എന്തിനടാ പേടിക്കുന്നത്? അച്ഛൻ സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചതാ. നീ നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ, എന്തു പറ്റി? പനിയുണ്ടോ മക്കൾക്ക്? ഇവന്റെ പോക്കത്ര ശരിയല്ല അച്ഛാ. പോടാ അവിടുന്ന്. ഒരു കാര്യം ചെയ്യേ, മഞ്ഞൊക്കെ വീഴുന്നതിന് മുമ്പ് മക്കള് വീട്ടിലെത്താൻ നോക്ക്. ആകാശവിനെ കൊണ്ടാക്കിട്ട് വാടാ. പഠിക്കുന്ന ബാഗാണ് മക്കളെ, ഇത് മറക്കല്ലേ. ആണും പെണ്ണും ശരിക്കും ഈക്കല. അവരെപ്പറ്റി തെറ്റായി വിചാരിക്കാൻ പാടില്ല. അങ്ങനെ തോന്നിയ മനസ്സ് മുഴുവൻ അഴുക്കാവും. എന്താ മോളുടെ പേര്? അപർണ. അച്ഛൻ എന്ത് ചെയ്യുന്നു?
അച്ഛൻ ഇല്ല സർ. ഓ സോറി. കാപ്പി തണുത്തവും കുടിക്കേ. താങ്ക്സ്. ആ സാറിൻ്റെ ഫാക്ടറിയിലായിരുന്നു അച്ഛനും. ഓ കഴിഞ്ഞ വർഷം ക്രഷർ നന്നാക്കുന്നതിനിടയിൽ വാസുവേട്ടൻ്റെ ഞാൻ പോട്ടെ ആകാശ്. ഓക്കെ. ആ അപർണ, എന്തേ? ഇടയ്ക്ക് വല്ലപ്പോഴും ഇവിടേക്ക് വാ. പക്ഷെ വരുമ്പോൾ ഇവിടേക്കാ വരുന്നെന്ന് വീട്ടിൽ പറഞ്ഞിട്ട് വേണം വരാൻ. തീർച്ചയായും. ബൈ. ബൈ. ഡോക്ടർ വിദ്യാ വിവേക്, ഡാഡി കം. ഇനി മുതൽ ഒരു ദിവസം 20 മണിക്കൂർ പഠിക്കണം. 4 മണിക്കൂർ ഉറങ്ങിക്കോ. ദാറ്റ്സ് യുവർ ചോയ്സ്. പിന്നെ ഈ ബോർഡ് എപ്പോഴും ഓർമ്മയിലുണ്ടാവണം. ലുക്ക് ചെയ്യാൻ, ഡെഡിക്കേഷൻ പ്ലസ് മെഡിറ്റേഷൻ പ്ലസ് കോൺസെൻട്രേഷൻ ഈസിക്കൽ ടു എഡ്യൂക്കേഷൻ. അണ്ടർസ്റ്റാൻഡ്? ഗുഡ് ബൈ. പഠിച്ചോ പഠിച്ചോ. അമ്മേ, ഇപ്പൊ പരീക്ഷ വെച്ചാൽ എനിക്ക് 100% ഉറപ്പാ. പിന്നെ എന്തിനാ ഡാഡി ഇങ്ങനെ പുറകിടന്ന് സൂര്യം കെടുത്തുന്നേ? അതങ്ങേരുടെ സ്വഭാവമാന്ന് വിചാരിച്ചോ? വാ, വന്നു വല്ലതും കഴിക്കേ. ചൂടുണ്ടല്ലോ നിനക്ക്. അത് എൻ്റെ പോക്ക് ശരിയല്ല അമ്മേ, അതുകൊണ്ടാ. പോടാ.